ഓക്കെ ഗൈസ്, പണപ്പെട്ടി കുത്തി തുറക്കാനും ക്രെഡിറ്റ് കാർഡ് ഇട്ട് വരയ്ക്കാനൊക്കെയുള്ള സമയമായിട്ടുണ്ട്. ഈ വരുന്ന 9/9 അതായത് സെപ്റ്റംബർ 9 ഐഫോണിന്റെ 17 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. പുതുതായിട്ട് വരുന്ന എല്ലാ ഐഫോൺ മോഡൽസിനും പ്രൈസ് ഹൈക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ അതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന കുറച്ച് കിഡിലെ സ്പെസിഫിക്കേഷൻസ് ഈ വരുന്ന ഐഫോണുകളിലുണ്ട്. അതിന്റെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി വരാൻ പോകുന്ന ഐഫോൺ വാങ്ങണം അതോ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത്. അതിനു മുന്നായിട്ട് ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. സോ ദിസ് ഇസ് മീ വിക്കി. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ സെപ്റ്റംബർ 9 ഐഫോണിന്റെ 17 സീരീസ് ലോഞ്ച് ആവുന്നത് കേട്ടോ. 12 അതിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 19 അതിന്റെ ഫസ്റ്റ് സെയിൽ നടക്കുന്നത്. സോ ഇപ്രാവശ്യം 4 ഫോണുകളാണ് അവർ ഇറക്കാൻ പോകുന്നത്. ഐഫോൺ 17, 17 പ്രോ ആൻഡ് 17 പ്രോ മാക്സ്. ഇപ്രാവശ്യം പ്ലസ് മോഡൽ ഇല്ല, അതിന് പകരം ഐഫോണിന്റെ 17 എയർ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു മോഡലാണ് ഇപ്രാവശ്യം വരാൻ പോകുന്നത്. അത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഐഫോൺ 17 ഡീറ്റെയിൽസിലേക്ക് ഒന്ന് നോക്കാം. പ്രധാന മാറ്റങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ള ഐഫോൺ 16 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആയിരുന്നു. ഇപ്രാവശ്യം വരാൻ പോകുന്നത് 6.3 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. അതും 120 Hz ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. ഫൈനലി ഐഫോൺ അവരുടെ ബേസ് വേരിയന്റിൽ 120 Hz ഡിസ്പ്ലേ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. LTPO ഡിസ്പ്ലേ അല്ല, LTPS ഡിസ്പ്ലേ ആണ്. അതായത് 60 Hz അഥവാ 120 Hz ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. എന്ത് തന്നെയായാലും ആ 60 Hz ഡിസ്പ്ലേ പോയി കിട്ടിയല്ലോ, സന്തോഷം. പിന്നെ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്ന ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ A19 ബയോണിക് ആണ്. പിന്നെ എടുത്തു വരേണ്ട വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം വരുന്ന എല്ലാ ഐഫോൺ മോഡൽസിലും വേപ്പർ ചേമ്പർ കൂളിംഗ് അവർ കൊടുത്തിട്ടുണ്ട്. സോ ഫോണിന്റെ ഹീറ്റിംഗ് അത്യാവശ്യം നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറയാ, ക്യാമറ. സോ ഇപ്രാവശ്യം ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഐഫോൺ 17 ഐഫോൺ 16 ഉള്ള പോലെ തന്നെ മെയിൻ ക്യാമറ 48 മെഗാ പിക്സലാണ്. അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ 12 മെഗാ പിക്സൽ തന്നെയാണ്. പക്ഷെ സെൽഫി ക്യാമറ 12 മെഗാ പിക്സലിൽ നിന്ന് ഇപ്രാവശ്യം 24 മെഗാ പിക്സൽ ആക്കി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 3600 mAh ബാറ്ററിയാണ്. പിന്നെ ചാർജ് സ്പീഡും ഒരു പൊടിക്ക് കൂട്ടിയിട്ടുണ്ട്. 35 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും വരാൻ പോവുക. പിന്നെ 25 വാട്ടിന്റെ മാക്സ് സേഫ് ചാർജിങ് ഉണ്ടോ. പിന്നെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഐഫോൺ 16 നിന്ന് 17 പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇല്ല. അത് മറ്റുള്ളവർ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ പുതിയ 2 കളർ വേരിയന്റ് വരുന്നുണ്ട്. ആ ഒരു ഫോൺ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടി വരും. ഒരു പർപ്പിൾ കളറും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറും. നിങ്ങൾക്കറിയാലോ വലിയ വലിയ മാറ്റങ്ങളൊക്കെ അവർ വരുത്താറുള്ള അവരുടെ പ്രോ മോഡൽസിന് മാത്രമാണ്. സോ ഐഫോൺ 17 പ്രോയിൽ അത്യാവശ്യം നല്ല കിടലും ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അതിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് തന്നെ മാറിയിട്ടുണ്ട്. ഈ പുറകിലുള്ള ക്യാമറ തന്നെ കുറച്ചുകൂടി സ്ട്രെച്ച് ചെയ്തിട്ട് ബാക്ക് സൈഡ് മുഴുവനാക്കിയിട്ടുണ്ട്. അവരുടെ ഫ്ലാഷും ലൈഡാർ സെൻസറും അതുപോലെ തന്നെ വലത്തോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം വരുന്ന ഐഫോൺസിന്റെ പ്രോ മോഡൽസിലെല്ലാം തന്നെ ടൈറ്റാനിയം ഫ്രെയിമിന് പകരം അലൂമിനിയം ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. പിന്നെ ഐഫോണിന്റെ ലോഗോയും അവരൊരു പൊടിക്ക് താഴ്ത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം വരുന്ന ഐഫോണിന്റെ പ്രോ മോഡൽസ് എല്ലാം തന്നെ 5 കളർ വേരിയന്റിലാണ് വരുന്നത്. ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ, ഡാർക്ക് ബ്ലൂ ആൻഡ് ഓറഞ്ച് കളർ. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 6.3 ഇഞ്ച് വരുന്ന LTPO ഡിസ്പ്ലേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ചിപ്സെറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് A19 പ്രോ ബയോണിക് ചിപ്സെറ്റ് ആണ്. പിന്നെ വലിയൊരു മാറ്റം എന്താ വെച്ചാൽ ഇതിന്റെ ബേസ് മോഡൽ വരുന്നത് തന്നെ 12 GB റാമും 256 GB സ്റ്റോറേജും ആയിട്ടാണ്. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഈ 128 GB ഒക്കെ ബേസ് വേരിയന്റ് ആയി കൊടുക്കുന്ന കാലം കഴിഞ്ഞു. സോ ഇത് നല്ലൊരു മൂവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു മാറ്റം വന്നിട്ടുള്ളത് ഇവിടെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. മെയിൻ ക്യാമറയും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 48 മെഗാ പിക്സൽ ആണുള്ളത്. പക്ഷേ ടെലിഫോട്ടോ ക്യാമറയും ഇപ്രാവശ്യം 48 മെഗാ പിക്സൽ ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത് 3.5x ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷമുള്ള ഐഫോൺ 16 പ്രോയിൽ 5x ആയിരുന്നു സൂം ഉണ്ടായിരുന്നു. പിന്നെ ഈ 3.5x കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ 85 mm കിട്ടിലും പോർട്രേറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽഫി ക്യാമറ 12 മെഗാ പിക്സലിൽ നിന്ന് 24 മെഗാ പിക്സൽ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3600 mAh ബാറ്ററി, 35 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 25 വാട്ടിന്റെ വയർലെസ് ചാർജിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ഐഫോൺ 17 പ്രോ മാക്സ് അതിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സ്പെക് ഒക്കെ ഐഫോൺ 17 പ്രോയെ പോലെ തന്നെയാണ്. പിന്നെ മാറ്റം വന്നിട്ടുള്ളത് ഇതിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. 48 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 48 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ടെലിഫോട്ടോ ക്യാമറയ്ക്ക് പകരം 48 മെഗാ പിക്സലിന്റെ പെരിസ്കോപ്പിക് ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതും 8x ആണ് സൂം സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് മാത്രമല്ല ഈ പറഞ്ഞ 3 ക്യാമറ വെച്ചിട്ട് നിങ്ങൾക്ക് 8K വീഡിയോ വരെ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇപ്രാവശ്യം വരുന്ന ഐഫോണിന്റെ 17 പ്രോ മാക്സിൽ നിങ്ങൾക്ക് കിട്ടും. 8K ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ ആ ഫീച്ചർ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ വേറൊരു ഫീച്ചർ കൂടി വന്നിട്ടുണ്ട്, കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കരുത്. ഡുവൽ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അതായത് ഫ്രണ്ട് ഫേസ് ക്യാമറ ഉപയോഗിച്ചിട്ടും റിയർ ക്യാമറ ഉപയോഗിച്ചിട്ടും ഒരേ സമയം വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഓപ്ഷൻ. എങ്ങനെയുണ്ട് സംഭവം? നമ്മുടെ നോക്കിയ ഫോണിൽ വരെ വന്നിട്ടുള്ള സംഭവമാണ്. അവസാനം ഇപ്പോഴാണ് ഐഫോണിൽ എത്തുന്നത്. പറഞ്ഞതന്നെ ഉള്ളൂ. പിന്നെ വലിയൊരു അപ്ഗ്രേഡ് വന്നിട്ടുള്ള ഇവരുടെ ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. 5000 mAh ബാറ്ററി വെച്ചിട്ടായിരിക്കും ഇപ്രാവശ്യം ഐഫോണിന്റെ 17 പ്രോ മാക്സ് വരുന്നത്.
ഈ പറഞ്ഞ ഫോണിലും വേപ്പർ ചേമ്പർ കൂളിംഗ് ഉണ്ടായിരിക്കും, 35 വാട്ടിന്റെ ചാർജിംഗ് ഉണ്ടായിരിക്കും, 25 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് ഒക്കെ ഉണ്ടായിരിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഐഫോണിന്റെ ഏറ്റവും പുതിയ ലൈനപ്പ് ആയിട്ടുള്ള ഐഫോണിന്റെ 17 എയറിനെ കുറിച്ചാണ്. ഈ ഒരു ഫോണ് ദ തിന്നസ്റ്റ് ഐഫോൺ എവർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. 5.5 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. നമ്മുടെ S25 Edge ഒക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഫോൺ തന്നെയാണ്. ഫസ്റ്റ് ഈ ഫോണായിരിക്കും ഇറങ്ങുന്നതാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ഫസ്റ്റ് ഇറങ്ങിയത് S25 Edge ആയി പോയി എന്ന് മാത്രം. അവരതിന്റെ പേരാണ് കൊണ്ടുപോയിട്ട് ആ ഐഫോണിന്റെ 16 ഇല്ലേ ആ സാധനം ഇറക്കി. പിന്നെ 145 ഗ്രാമാണ് ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത്. ഇവിടെ 6.6 ഇഞ്ച് വരുന്ന 120Hz സപ്പോർട്ട് ചെയ്യുന്ന LTPS പാനൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലും കൊടുത്തുള്ള ചിപ്സെറ്റ് A90 Pro ആണ്. പക്ഷേ പ്രോ മോഡൽസിലുള്ള A90 Pro അല്ല, അതിൽ 8 കോർ ആണ് GPU വരുന്നത്, ഇതിൽ 6 കോർ ആണ് GPU വരുന്നത്. പിന്നെ ഈ ഒരു ഫോണിലും വേപ്പർ ചേമ്പർ കൂളിംഗ് കൊടുത്തിട്ടുണ്ട്. സോ സ്ലിം ഫോണാകുമ്പോൾ ഹീറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ വേപ്പർ ചേമ്പർ കൂളിംഗ് വന്നുകൊണ്ട് തന്നെ ഇതിന്റെ ഹീറ്റിംഗ് അത്യാവശ്യം മാനേജ് ചെയ്യപ്പെടും. പിന്നെ സിംഗിൾ ക്യാമറ സെറ്റപ്പിലാണ് വന്നിട്ടുള്ളത്. 45 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 24 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫോണിന് നോർമൽ സിം ഇടാനുള്ള സ്ലോട്ട് ഉണ്ടാവില്ല, ഈ സിം ആയിരിക്കും വരാൻ പോകുന്നത്. പിന്നെ ഇതിന്റെ ബാറ്ററിയുടെ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ 2900 mAh ബാറ്ററിയാണ് വരുന്നത്. ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ വരുന്നത് 120Hz ഡിസ്പ്ലേ ആണ്, 2900 mAh ബാറ്ററി ആണുള്ളത്. അത് രണ്ടും നല്ലൊരു കോമ്പിനേഷൻ അല്ല. ബാറ്ററി മൂത്രമൊഴിക്കണ പോലെ തീർന്നു പോകും. അത് ഒപ്റ്റിമൈസ് ചെയ്യാൻ അവരെന്തെങ്കിലും ഐഡിയ കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ വൻ ഷോക്കായിരിക്കും. സോ ഈ പറഞ്ഞിട്ടുള്ള 4 ഫോണുകളാണ് ഈ വരുന്ന 9-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏത് ഫോണാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, വേറെയും കുറച്ച് ഫോണുകൾ കൂടി വരുന്നുണ്ട്, അതിന്റെ വീഡിയോ സെപ്പറേറ്റ് വരുന്നുണ്ട്. അതൊന്ന് മിസ് ചെയ്യാതിരിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് മീ വിക്കി. ബൈ.